ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? Applications of graph theory. So what are the applications of graph theory? Problem solving. ഓക്കെ, നമ്മൾ മെയിനായിട്ട് റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഗ്രാഫ് തിയറി കൊണ്ടുവരുന്നത്. ദെൻ 4 അപ്ലിക്കേഷൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കോയിൻസ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം, ദെൻ utilities problem, heating problem, electrical network problem. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഈ 4 അപ്ലിക്കേഷൻസ് എഴുതും. ഓരോ അപ്ലിക്കേഷൻസ് എഴുതുമ്പോഴും ഫസ്റ്റ് സിനാരിയോ പറയുക, ദെൻ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക, ദെൻ ആ സിനാരിയോൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, ദെൻ പറയുക സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂഷൻ എത്രയാണെന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഈ സബ്ജക്റ്റിലെ ഫസ്റ്റ് തിയറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ഒരു തിയർ എന്നൊക്കെ അറിയാം അല്ലെ? തിയർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, നമ്മൾ എന്താ അതിനെ പ്രൂവ് ചെയ്യും. ഓക്കെ, ഒരു ഗ്രാഫ് തിയറിയുടെ ഫസ്റ്റ് തിയറം ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി, ഓൾസോ നോൺ ആസ് ഹാൻഡ് ഷേക്കിംഗ് തിയറം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് എല്ലാ തിയറത്തിൻ്റെയും ബേസ് ആയിട്ടൊരു തിയറം. ഓക്കെ, എന്തായാലും തിയറം ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി ഓർ ഹാൻഡ് ഷേക്കിംഗ് തിയറം. ഓക്കെ, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ വെർട്ടീസസ് ഓഫ് എ ഗ്രാഫ് ഈസ് ട്വൈസ് ദി നമ്പർ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. സം ഓഫ് ദി ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടീസസ് ഓഫ് എ ഗ്രാഫ് ഈസ് ട്വൈസ് ദി നമ്പർ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടീസസിന്റെയും ഡിഗ്രിയുടെ സം എന്തായിരിക്കും? 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n d of vi ഈക്വൽ ടു 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്താൽ ഇവിടെ എത്ര വെർട്ടീസസ് ഉണ്ട്? 4 വെർട്ടീസസ്, വെർട്ടീസസ് 4, എഡ്ജസ് 4. നൗ ഞാൻ എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രി ഫൈൻഡ് ചെയ്യാണ്. അതായത് ഡി ഓഫ് v1 ഈക്വൽ ടു 2, ഡി ഓഫ് v2 ഈക്വൽ ടു 2, ഡി ഓഫ് v3 2, ഡി ഓഫ് v4 2. ദെൻ എല്ലാ ഡിഗ്രിയുടെയും സമ്മ് ഫൈൻഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഡി ഓഫ് v1 പ്ലസ് ഡി ഓഫ് v2 പ്ലസ് ഡി ഓഫ് v3 പ്ലസ് ഡി ഓഫ് v4. 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 8 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എത്രയാണ് എഡ്ജസ്? 4 എഡ്ജ്. 8 ഈക്വൽ ടു 8. ഓക്കെ, തിയറം ഓക്കെ ആണല്ലോ? എന്താ സ്റ്റേറ്റ്മെന്റ്? എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? എന്തായിരുന്നു? സം ഓഫ് ഡിഗ്രി ഓഫ് ഓൾ ദി വെർട്ടീസസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ്. ഇനി എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം? നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് വേണം? ലെറ്റ് G ഈക്വൽ ടു VE be a graph then
V is the number of vertices. And E എന്താണ്? Number of edges. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക എല്ലാ തിയറും ചോദിക്കുമ്പോഴും. ഇനി എങ്ങനെ പ്രൂവ് ചെയ്യാം? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ഗ്രാഫാണ്. ഓക്കെ, ഇവിടെ എന്താ ഒരു എഡ്ജ് ഉണ്ട്. എഡ്ജ് എന്താണ്? VI VJ അല്ലേ? ഞാൻ നെക്സ്റ്റ് ഈ VI എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ VI എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് അവിടെ കൗണ്ട് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ VJയുടെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് കൗണ്ട് ചെയ്യുന്നില്ലേ? അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഈ പെർട്ടിക്കുലർ എഡ്ജ് 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജിന്റെ കേസ് മാത്രമല്ല, ഗ്രാഫിലെ എല്ലാ എഡ്ജസ് എന്താണ്? ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? അപ്പൊ അതിന്റെ മീനിങ് എന്തായിരിക്കും? എല്ലാ ഡിഗ്രിയുടെ സം എന്തായിരിക്കും? 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. ഏതൊരു എഡ്ജ് കൺസിഡർ ചെയ്താലും ആ എഡ്ജ് എന്താണ്? 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോഴേ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കില്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? അതായത് നോക്കിയേ, ഈ ഒരു ഗ്രാഫ് നോക്കിയേ, ഹിയർ A B C D. നോക്കിയേ, ഈ പെർട്ടിക്കുലർ A എന്ന് പറയുന്ന ഒരു എഡ്ജ് V1ന്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും V2ന്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എന്താണ്? കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? B എന്ന് പറയുന്ന എഡ്ജ് V1ന്റെയും V3ന്റെയും ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ C എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? V3 ആൻഡ് V4 ഇത് കൗണ്ട് ചെയ്യുമ്പോഴും എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ V2 V4 ഈ ഒരു പെർട്ടിക്കുലർ 2 വെർട്ടീസസിന്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ പറയാ, ഏതൊരു എഡ്ജ് എടുത്താലും ആ എഡ്ജ് എന്താണ്? 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ഒരു ഗ്രാഫില് എല്ലാ വെർട്ടീസസിന്റെയും ഡിഗ്രിയുടെ സം എന്തായിരിക്കും? 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. ഇത് ഓക്കെ ആണോ? ആശിഷ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, just a proof variable, consider the graph with E edges and N vertices V1, V2, V3. Then whereas since each edge contributes 2 degree, then the sum of degrees of all the vertices is twice the number of edges in G. Okay, that is sigma I equal to 1 to N D of I equal to 2 into E. Then hence the proof. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഏതൊരു എഡ്ജ് എടുത്താലും എന്താണ്? ആ എഡ്ജ് 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ തിയറം?
ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇനി the second theorem, the number of vertices of odd degree in a graph is always even. The number of vertices of odd degree in a graph is always even. എന്താ തിയറം പറയുന്നത്? ഒരു ഗ്രാഫിൽ ഓഡ് ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊരു ഗ്രാഫാണ്, ജി ഗ്രാഫാണ്. ഇവിടെ 4 വേർട്ടീസസ് ഉണ്ട്, V1, V2, V3, V4. ഓക്കെ, V1ന്റെ ഡിഗ്രി എത്രയാണ്? 3. V2ന്റെ ഡിഗ്രി 2 ആൻഡ് V3ന്റെ ഡിഗ്രി 2 ആൻഡ് V4ന്റെ ഡിഗ്രി എന്താ? 3 ആണ്. ഇവിടെ എത്ര ഓ ഡിഗ്രി വേർട്ടീസസ് ഉണ്ട്? എത്ര ഓ ഡിഗ്രി വേർട്ടീസസ് ഉണ്ട് ഈ ഗ്രാഫില്? ഒന്നാണോ? 2. ഓ ഡിഗ്രി വേർട്ടീസസ് എന്താണ്? ഡിഗ്രി ഓഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ 2 എന്ന് പറയുന്നത് ഈവൺ ആണല്ലോ. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ഗ്രാഫില് ഓ ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട് എപ്പോഴും ഈവൺ ആയിരിക്കും. ഇനി എങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു ഫണ്ടമെന്റൽ തിയറം ഉണ്ട്. എന്തായിരുന്നു ഫണ്ടമെന്റൽ തിയറം? സിഗ്മ I equal to 1 to n d of I equal to 2 into E. Okay. Next, total number of vertices Vi ആണ്. ഗ്രാഫില് ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് Vn. ഞാൻ എന്ത് ചെയ്യുന്നു? ആ വേർട്ടീസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, Vj, Vk. Vj എന്താണ്? ഈവൺ ഡിഗ്രി വേർട്ടീസസ്. Vk ഓഡ് ഡിഗ്രി വേർട്ടീസസ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ടോട്ടൽ വേർട്ടീസസിനെ 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യും, Vj ആൻഡ് Vk. Vj എന്താ? ഈവൺ ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട് ആൻഡ് Vk എന്താ? ഓഡ് ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഈവൺ ഡിഗ്രി വേർട്ടീസസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യാണ്. അതുപോലെ ഓഡ് ഡിഗ്രി വേർട്ടീസസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. സിഗ്മ ഈവൺ ഡി ഓഫ് Vj പ്ലസ് സിഗ്മ ഓഡ് ഡി ഓഫ് Vk. ഇത്ര ഓക്കെ ആണോ? ഓക്കെ, ഇതെന്തായിരിക്കും? ടോട്ടൽ ഡിഗ്രിയുടെ സം ആയിരിക്കില്ലേ? ഓക്കെ, നമുക്കറിയാം എന്താ? സിഗ്മ I equal to 1 to n d of I എന്താ? 2 into E അല്ലേ? അപ്പൊ എനിക്ക് എന്ത് ഇവിടെ എഴുതാം? ഈക്വൽ ടു 2 into E എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇനി ഇതെന്തായിരിക്കും? ഇതൊരു ഈവൺ നമ്പർ ആയിരിക്കില്ലേ? 2 into സംതിങ്, അതെന്തായിരിക്കും? ഒരു ഈവൺ ആയിരിക്കും അല്ലേ? ആൻഡ് ഈവൺ ഡിഗ്രീന്റെ സമ്മ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഈവൺ ആയിരിക്കില്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, RHS ഈവൺ ആണ്, LHSലെ ഒരു ടേം ഈവൺ ആണ്. ഓക്കെ,
അപ്പൊ ഈ ഒരു ടേം എന്തായിരിക്കും? RHS ഈവൺ ആവണമെങ്കിൽ LHSലെ രണ്ട് ടേം എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. അതായത് RHS ഇവിടെ ഈവൺ ആണ്, ഒരു ടേം എന്താണ്? ഈവൺ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ RHS എന്താണ്? ഈവൺ ആയി കിട്ടും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഈ സിഗ്മ ഡി ഓഫ് വി കെ ഇതെന്താണ്? ഈവണ് കിട്ടി. ഈ ഒരു ടേം ഈവൺ ആണെന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ടേം എന്താ? ഓഡ് ഡിഗ്രിയുടെ സമ്മാണ്. ഗ്രാഫില് ഓഡ് ഡിഗ്രിയുടെ സമ്മാണ്. അപ്പൊ നിങ്ങൾക്കറിയാം എത്ര ഓഡ് വാല്യൂ ആഡ് ചെയ്താലാണ് റിസൾട്ട് ഈവൺ കിട്ടുന്നത്? അതായത് ഞാനിവിടെ ഓഡ് വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്ന റിസൾട്ട്? ഈവൺ ആണ്. എത്ര ഓഡ് വാല്യൂ ആഡ് ചെയ്താലാണ് റിസൾട്ട് ഈവൺ ആയി കിട്ടുക? ആ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം അല്ലെ? ഈവൺ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ ഓഡ് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കില്ലേ? ഓഡ് ഡിഗ്രി വെർട്ടിസസ് എന്തായിരിക്കും? ഈവൺ ആയിരിക്കില്ലേ? കിട്ടിയോ? അതായത് ഈ വാല്യൂ എനിക്ക് ഈവൺ ആയി കിട്ടി. ഇതൊക്കെ എന്താണ്? ഓഡ് ഡിഗ്രി ആണ്. അതായത് ഡി ഓഫ് V1 പ്ലസ് ഡി ഓഫ് V2 അപ് ടു ഡി ഓഫ് VK ഈക്വൽ ടു ഈവൺ ആണ്. ഓക്കെ, ഈ ഓരോ വാല്യൂ എന്താ? ഓഡാണ്. ഇനി ഞാനിവിടെ ഓഡ് വാല്യൂ ആഡ് ചെയ്യുമ്പോഴേ എനിക്ക് റിസൾട്ട് എപ്പോഴാണ് കിട്ടുന്നത്? നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ റിസൾട്ട് എന്താണ്? ഈവൺ ആയി കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 + 3 6. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 2. ഇനി 3 + 3 + 3 9. നമുക്ക് ഒരിക്കലും ഈവൺ കിട്ടില്ല, ഇത് ഓഡാണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്താണ് ഇവിടെ? ഈവൺ ആണെങ്കിൽ മാത്രമേ എന്താണ് റിസൾട്ട് എനിക്ക് ഈവൺ ആയി കിട്ടുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ തിയറത്തിന്റെ പ്രൂഫ്. ഫസ്റ്റ് എന്ത് വേണം? ടോട്ടൽ വെർട്ടീസസിനെ രണ്ട് സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. VJ ആൻഡ് VK. VJ എന്ന് പറയുന്നത് ഈവൺ ഡിഗ്രി വെർട്ടീസസ്, VK ഓഡ് ഡിഗ്രി വെർട്ടീസസ്. ഇനി എന്താ? എല്ലാ ഈവൺ ഡിഗ്രി വെർട്ടീസസിനെയും ഓഡ് ഡിഗ്രി വെർട്ടീസസിനെയും എന്താ ആഡ് ചെയ്യും. ഇത് ഈവൺ ഡിഗ്രി വെർട്ടീസസ് ആണ്. ഇതെന്താണ്? ഓഡ് ഡിഗ്രി വെർട്ടീസസിന്റെ സമ്മ്. അതെന്തായിരിക്കും? ഈക്വൽ ടു ഗ്രാഫിലെ ടോട്ടൽ വെർട്ടീസസിന്റെ ഡിഗ്രിയുടെ സമ്മ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 × E എന്ന് നമുക്കറിയാം ഫ്രം ഫണ്ടമെന്റൽ തിയറം. ഓക്കെ, ഇനി നമുക്കറിയാം 2 × E എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഈവൺ നമ്പർ ആയിരിക്കും. RHS ഇവിടെ ഒരു ഈവൺ ആണ്. ദെൻ ഈവൺ ഡിഗ്രിയുടെ സമ്മ് ചെയ്ത റിസൾട്ട് എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ LHSലെ ഒരു ടേം ഈവണും RHSലെ ഒരു ടേം ഈവണും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഈ ഒരു പെർട്ടിക്കുലർ ടേം എന്തായിരിക്കും? അതിന്റെ സം എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓഡ് ഡിഗ്രീനെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് ഈവൺ ആണ് കിട്ടുന്നത്. അപ്പൊ എപ്പോഴായിരിക്കും എനിക്ക് റിസൾട്ട് ഈവൺ കിട്ടുന്നത്? ആ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. എനിക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഗ്രാഫില് നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടീസസ് ഈസ് ഓൾവേസ് ഈവൺ.
ഇത് ഓക്കെ ആണോ? മിസ് ഓക്കെ. സെവിൻ, ഷബിൻ, സിഷാജ്? ടീച്ചറെ ഓക്കെ. ഇതും വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. Then ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എഴുതിയെടുത്ത ക്വസ്റ്റ്യൻ. How many vertices are needed to construct a graph with 6 edges in which each of vertices of degree 2? How many vertices are needed to construct a graph with 6 edges in which each vertex is of degree 2? എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഗ്രാഫിൽ എത്ര വേർട്ടീസസ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ തന്നിട്ടുണ്ട്. ദെൻ ഓരോ വേർട്ടെക്സിന്റെയും ഡിഗ്രി എന്താണ്? 2 ആണ്. Then we want to find the number of vertices. നമുക്കൊരു ഫണ്ടമെന്റൽ തിയറം അറിയാം. എന്താ ഫണ്ടമെന്റൽ തിയറം? എന്താ ഫണ്ടമെന്റൽ തിയറം? ഓക്കെ. ദെൻ ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇവിടെ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. ഇയുടെ വാല്യൂ എന്താ? 2 into 6. Sigma I equal to 1 to n dov I equal to 2 into e. ദെൻ ക്വസ്റ്റ്യനിൽ വേറെ ഒന്ന് തന്നിട്ടുണ്ട്. എന്താ? എല്ലാ വെർട്ടീസസിന്റെയും ഡിഗ്രി എന്താണ്? 2 ആണ്. എനിക്കിത് ഇതെങ്ങനെ എഴുതാം? d of v1 plus d of v2 plus etc. d of v3 vn equal to 12. ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി d of v1 എത്രയാ? 2. d of v2 2 equal to 12. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നു എന്റെ ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ട്. എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n into 2 equal to 12. എഴുതിക്കൂടെ? Then n equal to 12 divided by 2 which is equal to 6. The number of vertices എത്രയാണ്? 6. ഇത് പെട്ടെന്ന് എഴുതിയെടുത്തോ. കഴിഞ്ഞോ? Next question. Determine the number of edges in a graph with 6 vertices to
2 of degree 4 and 4 of degree 2. Then draw two such graphs. Determine a number of edges in a graph with 6 vertices, 2 of degree 4 and 4 of degree 2. Then draw two such graphs. ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? എഡ്ജസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ? എന്തൊക്കെ തന്നിട്ടുണ്ട്? വേർട്ടീസസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വേർട്ടീസസ് 6 ആൻഡ് 6 വേർട്ടീസസിൽ 2 വേർട്ടെക്സിന്റെ ഡിഗ്രി എന്താണ്? 4 ആണ്. ദെൻ റിമൈനിങ് 4ന്റെ ഡിഗ്രി എന്താ? 2. ഇത്രയും ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫസ്റ്റ് എന്ത് ഫൈൻഡ് ചെയ്യണം? നമ്പർ ഓഫ് എഡ്ജസ് ഫൈൻഡ് ചെയ്യാം. ദെൻ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഗ്രാഫ് വരയ്ക്കാം. ഒന്ന് ട്രൈ ചെയ്തേ. കിട്ടിയോ? എത്ര എഡ്ജസ്? 8. ഇപ്പൊ എഡ്ജസ് എത്രയായിരിക്കും? 8 ആയിരിക്കും. നിങ്ങൾ ഫണ്ടമെന്റൽ തിയറി എഴുതാം. നിങ്ങൾക്കറിയാം 2 വേർട്ടീസസിന്റെ ഡിഗ്രി എന്താണ്? 4 ആണ് അല്ലെ? ഇവിടെ 4 + 4 and remaining vertices degree 2 ആണ്, which is equal to 2 into E. എന്ത് കിട്ടും? 16 equal to 2 into E. ഓക്കെ, അവിടുന്ന് ഇന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. E equal to 8. ഓക്കെ, നമുക്ക് എഡ്ജസ് 8 ആണ്, വേർട്ടിസസ് 6, അതിൽ 2 വേർട്ടിസസിന്റെ ഡിഗ്രി 4, ദെൻ 4 വേർട്ടിസസിന്റെ ഡിഗ്രി 2. സോ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഗ്രാഫ് വരയ്ക്കും. ഇതാണ് ആ 2 ഗ്രാഫ്. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? മിസ്. Next question. What is the number of vertices in an undirected graph with 27 edges, 6 vertices of degree 2, 3 vertices of degree 4 and remaining of degree 3? What is the number of vertices in an undirected graph with 27 edges, 6 vertices of degree 2, 3 vertices of degree 4 and remaining of degree 3?
അപ്പം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ തന്നത്? തന്നിട്ടുണ്ട് അല്ലെ, 27. ദെൻ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് വേർട്ടീസസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആൻഡ് 6 വേർട്ടീസസിന്റെ ഡിഗ്രി 2 തന്നിട്ടുണ്ട്. ആൻഡ് 3 വേർട്ടീസസിന്റെ ഡിഗ്രി 4 തന്നിട്ടുണ്ട്. ദെൻ റിമൈനിങ് ഓഫ് ഡിഗ്രി, അതായത് റിമൈനിങ് വേർട്ടീസസിന്റെ ഡിഗ്രി 3 ആണ്. ആ റിമൈനിങ് വേർട്ടീസസ് എനിക്ക് എക്സ് എന്ന് പറയാം. എക്സിന്റെ ഡിഗ്രി എന്താണ്? 3. Okay, then we know that the fundamental theorem T of I equal to 2 into E. ഇനി എന്ത് വേണം? ഈ ഒരു പാർട്ട് എഴുതാം. 6 into 2 plus 3 into 4 plus x into 3 equal to 2 into 27. Then 12 plus 3x equal to 54. 24 plus 3x equal to 54. Then 3x equal to 54 minus 24, which is equal to 30. X equal to 3x equal to 30. Then x equal to 30 divided by 3 is equal to 10. കംപ്ലീറ്റ് ആയോ? നമുക്ക് എക്സിന്റെ വാല്യൂ 10 ആയി കിട്ടി. ഇനി എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ. അപ്പൊ എത്ര ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് എത്രയാ? 19. ടോട്ടൽ നമ്പർ ഈക്വൽ ടു, ഇവിടെ 6 തന്നിട്ടുണ്ട് അല്ലേ, 6 പ്ലസ് ആൻഡ് 3 പ്ലസ് ഈ റിമൈനിങ്ങിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 10. So which is equal to 19. Okay അല്ലേ? Next question. Show that the maximum number of edges in a simple graph with n vertices is n into n minus 1 by 2. Show that the maximum number of edges in a simple graph with n vertices is n into n minus 1 by 2. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ഗ്രാഫില്, സിമ്പിൾ ഗ്രാഫില് n വേർട്ടീസസ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? n into n minus 1 by 2. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ പറയാ എ ഗ്രാഫ് വിത്ത് n വേർട്ടീസസ്. ഓക്കെ, അതായത് ഒരു ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ട്. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അതിലൊരു ഫസ്റ്റ് വേർട്ടീസസ് റിമൈനിങ്
n-1 വേർട്ടീസസുമായിട്ട് അഡ്ജസൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഒരു ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വേർട്ടെക്സ് എന്താണ്? റിമൈനിങ് n-1 വേർട്ടീസസുമായിട്ട് അഡ്ജസൻ്റ് ആണെന്ന് പറയാം. പറഞ്ഞൂടെ? ഹലോ, നമുക്ക് മാക്സിമം എഡ്ജസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നു എന്റെ ഗ്രാഫില് ഫസ്റ്റ് വേർട്ടെക്സ് റിമൈനിങ് n-1 വേർട്ടീസസുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീനിങ്? ഫസ്റ്റ് വേർട്ടീസസും റിമൈനിങ് n-1 വേർട്ടീസസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? എഡ്ജസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതുപോലെ ഓരോ വേർട്ടീസസും റിമൈനിങ് n-1 വേർട്ടീസസ് ആയിട്ട് എന്തായിരിക്കും? അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ വേർട്ടെക്സിന്റെയും ഡിഗ്രി എന്തായിരിക്കും? n-1 ആയിരിക്കും. അതായത് ഈച്ച് വേർട്ടെക്സ് ഈസ് അഡ്ജസൻ്റ് ടു അറ്റ്മോസ്റ്റ് n-1 വേർട്ടീസസ്. ദാറ്റ് ഈസ് the degree of each vertex is at most n-1. ഓരോ വേർട്ടെക്സിന്റെയും ഡിഗ്രി എന്തായിരിക്കും? n-1 ആണ്. അപ്പൊ ടോട്ടൽ എത്ര വെർട്ടീസസ് ഉണ്ട്? n വെർട്ടീസസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഡിഗ്രി എന്തായിരിക്കും? n into n-1. n into n-1 which is equal to 2 into number of edges. ഇവിടെ നമുക്ക് എന്ത് പറയാം? E equal to n into n-1/2. നിങ്ങൾ കുറച്ച് തിങ്ക് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണിത്. നിങ്ങളിങ്ങനെ പറയാം, ഒരു ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ട്, ഓരോ വേർട്ടെക്സും റിമൈനിങ് n-1 വേർട്ടീസസുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓരോ വേർട്ടീസസിനും എന്താണ് ഡിഗ്രി? എന്തായിരിക്കും? n-1 ആയിരിക്കും. അതായത് അതിനെ കണക്ട് ചെയ്തിട്ട് എഡ്ജസ് ഉണ്ടാവും. ഓരോ വേർട്ടെക്സിന്റെയും ഡിഗ്രി എന്താ? n-1. ടോട്ടൽ എത്ര വേർട്ടീസസ് ഉണ്ട്? n വേർട്ടീസസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഡിഗ്രി എന്തായിരിക്കും? n into n-1 which is equal to 2 into e. നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഇതാണ്. അവിടെ നമുക്ക് എന്താണ്? ഇയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഈക്വൽ ടു n into n-1/2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഓക്കെ ആണോ? ഓക്കെ. അത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. അറ്റൻഡൻസ് പറഞ്ഞു. ആശിഷ്, അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, Present. അമൽ, അമിന, അലൈന, അനിരുദ്ധ്, അഞ്ജിത, അനൂജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുന്ധത്, അശ്വിൻ കെ, അശ്വിൻ, ഹസ്ന, റംഷാദ, പ്രദുൽ, ജറീഷ്, ഖദീജ, ലിഖിത്, ലിയാന, മിഥുൻ, നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ, സാലിഹ് ആബ്സെന്റ്, ഷഫീഖ് ആബ്സെന്റ്, നന്ദ, നന്ദിത, നിവേദ്യ,
Noha, Prince, Rishikesh, Rishin, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tanushree, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, Amal,